തണുപ്പുകാലം മാറി വേനൽക്കാലത്തിന്റെ ഒരു തുടക്കമാണ് സംസ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ ഈ വഴിയോരങ്ങളിലൊക്കെ കരിമ്പിൻ ജ്യൂസ് വിപണിയും സജീവമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കരിമ്പിന്റെ മധുരത്തിനൊപ്പം ഒരല്പം നാരങ്ങയും ഇഞ്ചിയും ചേരുമ്പോൾ കരിമ്പിൻ ജ്യൂസിന്റെ രുചി വർദ്ധിക്കും. ദാഹമകറ്റി മനസ്സ് നിറഞ്ഞാണ് കരിമ്പിൻ ജ്യൂസ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആളുകളുടെ മടക്കം. കാണാം നമുക്ക് ആ റിപ്പോർട്ട്. മഴ മാറി വേനൽക്കാലം ആരംഭിച്ചതോടെ പകൽ അന്തരീക്ഷ താപനിലയും ഉയരുകയാണ്. പകൽ ചൂടിൽ തളരുമ്പോൾ ദാഹവും ഒപ്പം ക്ഷീണവും വർദ്ധിക്കും. ക്ഷീണമകറ്റാൻ ഒരൽപ്പം കരിമ്പിൻ ജ്യൂസ് അങ്ങായാലോ. കരിമ്പിന്റെ മധുരത്തിനൊപ്പം ഒരൽപ്പം നാരങ്ങയും ഇഞ്ചിയും ചേരുമ്പോൾ കരിമ്പിൻ ജ്യൂസിന്റെ രുചി വർദ്ധിക്കും. വഴിയോരങ്ങളിൽ അത്രയും കരിമ്പിൻ ജ്യൂസ് വിൽപ്പനക്കാർ സജീവമായി കഴിഞ്ഞു. കൂടുതലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരാണ്. തമിഴ്നാട്ടിൽ നിന്നുമാണ് ജ്യൂസിനായുള്ള കരിമ്പ് എത്തിക്കുന്നത്. ഇവ ചീകി വൃത്തിയാക്കി ജ്യൂസ് അടിക്കുവാൻ പാകപ്പെടുത്തും. ചൂടേറുന്ന ദിവസങ്ങളിൽ വിൽപ്പന തകൃതിയായി നടക്കും. ഞങ്ങളിങ്ങനെ വന്നപ്പം കരിമ്പിൻ ജ്യൂസ് അടിക്കുന്നുണ്ട്. അപ്പം നല്ല ചൂടും ഉള്ള കാലാവസ്ഥയാണല്ലോ. അപ്പം ഞാനും കൊച്ചും കൂടെ ഒരെണ്ണം ഇപ്പം കഴിച്ചാണ്. നല്ല കൂളിംഗ് ഉണ്ട്, നല്ല ജ്യൂസാണ്. പിന്നെ വിലയും റീസണബിളാണ്. എല്ലായിടത്തും 40-50 രൂപയൊക്കെയാണ് മേടിക്കുന്നത്. ഇവിടെ 30 രൂപയുള്ളൂ. വാഹനയാത്രികരാണ് കരിമ്പിൻ ജ്യൂസിന്റെ ആവശ്യക്കാരിലധികവും. വേനൽ കനക്കുന്നതോടെ തണലിൽ വാഹനമൊതുക്കി കരിമ്പിൻ ജ്യൂസിന്റെ മധുരം നുണഞ്ഞ് ദാഹമകറ്റി യാത്ര തുടരുന്നവരുടെ എണ്ണവുമേറും. തൊഴിലില്ലായ്മയെന്ന് പറഞ്ഞ് പരിതപിക്കുന്നവർക്ക് മുമ്പിൽ ഒരു കുഞ്ഞൻ മാതൃക കൂടിയാണ് അയൽ സംസ്ഥാനത്ത് നിന്നെത്തി ചെറിയ മുതൽ മുടക്കിൽ മെച്ചപ്പെട്ട വരുമാനം കണ്ടെത്തുന്ന ഈ തൊഴിലാളികൾ. ജനം, ഇടുക്കി.